എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലേസ് ചിക്കനാണ്. ഇതിനു വേണ്ടി ഒരു പാക്കറ്റ് ലേസ്, ഒരു ബൗളിലെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ വലിയ പീസ് നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. തൈര്, ഒരു കപ്പ് തൈര്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് പൊടിച്ചത്, മൈദ അരക്കപ്പ്, ഇഞ്ചി ചതച്ചത്. ഒരു ബൗളെടുത്ത് അതിലേക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഒരു മണിക്കൂർ മുമ്പേ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിനുശേഷമാണ് ചിക്കൻ എടുത്തത്. നാരങ്ങ നീര് ചിക്കനിലേക്ക് ഇടാം. അരിയൊന്നും ഉണ്ടാവരുത്. തൈര് 2 ടേബിൾ സ്പൂൺ, കുറച്ചും കൂടെ ആവാം, ഒരുപാടാകരുത്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, മൈദ കുറച്ചിടാം. കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യണം, അതായിരിക്കും നല്ലത്. വെള്ളം ഒഴിക്കരുത്. നന്നായി മിക്സ് ചെയ്യുക. മൈദ കുറച്ചും കൂടി ഇടാം. ഇതേപോലെ കുറേശ്ശെ ഇട്ട് വേണം ചെയ്യാൻ. ചിക്കൻ ഒരുപാടുണ്ടെങ്കിൽ മൈദ കുറച്ചുകൂടി ആവശ്യം വേണ്ടി വരും. ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇടാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇടാം. മിക്സ് ചെയ്യുക. ഉപ്പിടാം, കുറച്ചിട്ടാൽ മതി. നേരത്തെ ചിക്കനിൽ ഉപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചിട്ടത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ചേർക്കാം. മാവ് എല്ലായിടത്തും പറ്റി പിടിക്കണം. അതിന് ചിക്കൻ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് വറ്റൽമുളക് പൊടിച്ചത്, ലേസ് കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇടണം. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യണം. ഇളക്കിയതിന് ശേഷം ഓരോ പീസ് ചിക്കൻ എടുത്ത് അതിലേക്ക് കോട്ട് ചെയ്തെടുക്കണം. ലേസിൻ്റെ എല്ലാ പീസും അതിൽ പറ്റി പിടിക്കണം. നോക്കിയെടുക്കണം. ഒരുപാട് മാവ് കൂടിയാൽ ലേസിൻ്റെ ക്രഞ്ചിനെസ് കിട്ടത്തില്ല. അത് നോക്കി ചെയ്യണം. ചട്ടി ചൂടാതെ അതിലേക്ക് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ചിക്കൻ ഓരോ പീസ് വെച്ച് എണ്ണയിലേക്ക് ഇടാം. എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണിത്. ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Bye.